വെൽക്കം ടു പ്ലാന്റ് സേപ്പിയൻസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ സെൽ സൈക്കിളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് അല്ല. അവയിൽ വരുന്ന ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോസസ്സും അതിൻ്റെ അണ്ടറിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കട്ട് ഷോർട്ട് ആയിട്ടുള്ള ചെറിയ നോട്ടാണ്. അത്രയും കട്ട് ഷോർട്ട് ആയിട്ടുള്ള കൺസൈസ് ആയിട്ടുള്ള ഒരു റിവിഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് യൂസ്ഫുൾ ചെയ്യാൻ പറ്റുന്ന ഒരു നോട്ടാണ്. സെൽ സൈക്കിളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ആശയങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം സെൽ സൈക്കിൾ എന്താണെന്ന് മനസ്സിലാക്കുക. സെൽ സൈക്കിൾ എന്ന് പറയുന്നത് എന്താ? അവിടെ ഒരു ഇവന്റ്സ് ഓർഡർ സീക്വൻസ് ആയിട്ട് ഒരു പാറ്റേൺ ഓഫ് ഇവന്റ്സ് ആണ് നടക്കുന്നത്. സെല്ലിന്റെ ഉള്ളിൽ നടക്കുന്ന ഈ ഒരു ഇവന്റ് മെയിൻ ആയിട്ട് ആ ഒരു സെല്ലിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടും സെല്ല് ഡിവൈഡ് ചെയ്യാനും DNA റെപ്ലിക്കേഷനും ഒക്കെ സഹായിക്കുന്ന ആ ഒരു പ്രോസസ്സിന് ആസ് എ ഹോൾ, ആ പ്രോസസ്സ് മുഴുവനായിട്ട് ഒരു സെല്ലിന്റെ ഉള്ളിൽ നടക്കുന്ന ആ പ്രോസസ്സ് മുഴുവനായിട്ട് നടക്കുന്ന ആ ഒരു സൈക്കിളിനെയാണ് സെൽ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സെൽ സൈക്കിൾ എന്ന് പറയുമ്പോൾ അതായത് സെല്ല് ഡിവൈഡ് ചെയ്ത് രണ്ട് ഡോട്ടർ സെൽ ആകുന്നത് വരെയുള്ള ഒരു സ്റ്റേജ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അതില് മെയിൻ ആയിട്ട് രണ്ട് സ്റ്റേജസ് ആണ് ഉള്ളത്. ഒന്നാമത്തത് ഏറ്റവും ലോങ്സ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള ഒരു ഇന്റർഫേസ് ഉണ്ടായിരിക്കും. ആ ഒരു ഇന്റർഫേസിനെയാണ് G1, S, G2 ഫേസ് ഇങ്ങനെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുള്ളത്. പിന്നുള്ളത് M ഫേസ് ആണ്. ആ M ഫേസിൽ മൈറ്റോസിസും സൈറ്റോകൈനസിസും ആണ് നടക്കുന്നത്. ഓക്കെ, മൈറ്റോസിസ് നടക്കുന്നുണ്ട്, സൈറ്റോകൈനസിസ് നടക്കുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് ചുരുക്കി പറഞ്ഞാൽ ഇതാണ് ട്ടോ ആ ഒരു സെൽ സൈക്കിളിന്റെ ഡയഗ്രാം. ആദ്യം ഇന്റർഫേസ് എന്ന് പറയുമ്പോൾ G1 ഫേസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ആ ഒരു G1 ഫേസിൽ മെയിൻ ആയിട്ട് ഗ്രോത്ത് ആണ് ട്ടോ നടക്കുന്നത്. ആ ഒരു G1 ഫേസിൽ നിന്ന് S ഫേസിലേക്ക് പോകാത്ത പക്ഷം അവിടെ G0 ഫേസ് അല്ലെങ്കിൽ ക്യുസെൻസ് ഫേസ് എന്ന് പറയുന്ന ഒരു ഫേസ് ഉണ്ട്. അവിടെ റെസ്ട്രിക്ഷൻ പോയിന്റ് ആണ്. അപ്പം അവിടെ ഈ ഒരു G0 പോയിന്റിലൊക്കെ കടന്നു കഴിഞ്ഞാൽ സെൽ സൈക്കിൾ അവിടെ സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യാം. പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ മാത്രമേ G1 ൽ നിന്ന് S ലോട്ട് പോവുകയുള്ളൂ. അതിന് ചെക്ക് പോയിന്റുകളൊക്കെ ഉണ്ട്. അതും കൂടി ഈ ഒരു ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ പ്രധാനപ്പെട്ട എന്തൊക്കെ മാറ്റങ്ങളാണ് നടക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് സിമ്പിൾ ആയിട്ട് പറയാം. ഒന്നാമത്തത് G1 ഫേസ് ആണ്. അത് ലോങ്സ്റ്റ് ആയിട്ടുള്ള ഫേസ് ആണ്. S ഫേസിലാണ് DNA സിന്തസിസ് നടക്കുന്നത്, DNA റെപ്ലിക്കേഷൻ നടക്കുന്നത്. G2 ഫേസ് എന്ന് പറയുന്നത് മൈറ്റോസിസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേറ്ററി സ്റ്റേജ് ആണ്. M ഫേസ് ആണ് മൈറ്റോസിസ്. അത് ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഫേസ് ആണ്. അപ്പൊ ഇത്രയാണ് സെൽ സൈക്കിളിന് ഡീറ്റെയിൽഡ് ആയിട്ട് അല്ലെങ്കിൽ ഓവർവ്യൂ ആയിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ഓരോ ഫേസും സംവാട്ട് ഡീറ്റെയിൽഡ് ആയിട്ട്, സംവാട്ട് അല്ല ചെറിയ ആ ഒരു പോയിന്റ് വൈസ് ആയിട്ട് നോക്കാം. അപ്പം സെൽ സൈക്കിളിന്റെ ഫേസ് ആദ്യമായിട്ട് പറയുന്ന ഫേസ് ഏതായിരുന്നു? ആ ഒരു ഇന്റർഫേസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്റർഫേസിൽ ഒന്നാമത്തെ ഫേസ് G1 ഫേസ് ആണ്. ഓക്കെ, G1 ഫേസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഗ്യാപ്പ് ഫേസ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, G1 ഫേസ് ആണ് ഫസ്റ്റ് ഗ്യാപ്പ് ഫേസ്. അപ്പം അതായത് മൈറ്റോസിസ്, അതായത് സെൽ ഡിവിഷൻ കടന്നതിന് ശേഷം ഡോട്ടർ സെൽ ആയിട്ടുണ്ടല്ലോ, ആ ഒരു ഡോട്ടർ സെൽ ആദ്യം കടക്കുന്ന ആ ഒരു സ്റ്റേജ് ആണ് ഈ ഒരു G1 ഫേസ് എന്ന് പറയുന്നത്. ഇവിടെയാണ് സെല്ലിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നത്, സെല്ലിന്റെ ഗ്രോത്ത് നടക്കുന്ന ഇവിടെയാണ്. ഇവിടെ വെച്ചിട്ടാണ് സെല്ലിന്റെ സൈസും അത് കൂടാതെ പ്രോട്ടീനിന്റെ സിന്തസിസ് നടക്കുന്നുണ്ട്. ഓക്കെ, പ്രോട്ടീനിന്റെ സിന്തസിസ് നടക്കുന്നത് G1 ഫേസിലാണ്. അപ്പൊ ഈ ഒരു G1 ഫേസിൽ അത് കൂടാതെ മെയിൻ ആയിട്ട് RNA, ചില RNAയും DNA റെപ്ലിക്കേഷൻ നടക്കുന്നത് S ഫേസിലാണല്ലോ, അതിനാവശ്യമായിട്ടുള്ള ചില പ്രോട്ടീൻസും കൂടി ഇവിടെ നടക്കുന്നുണ്ട് എന്നും കൂടി ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ ഇവിടെ പഠിക്കാനുള്ളത് റെസ്ട്രിക്ഷൻ പോയിന്റ് ആണ്. ഇവിടെ ഒരു R പോയിന്റ് ഉണ്ട്. അതായത് ഈ ഒരു സൈക്കിൾ G1 ഫേസ് സൈക്കിൾ ആണ് തീരുമാനിക്കുന്നത് വെദർ ആ ഒരു സെൽ സൈക്കിള് S ലോട്ട് എൻ്റർ ചെയ്യണോ അല്ലെങ്കിൽ G0 ഫേസിലോട്ടാണ് എൻ്റർ ചെയ്യേണ്ടത് എന്ന്. ഓക്കെ, അപ്പൊ ഇത്തരം കേസിൽ അവിടെ ഒരു റെസ്ട്രിക്ഷൻ പോയിന്റ് ഉണ്ട്. അതായത് നോർമൽ മെറ്റബോളിക് ആക്ടിവിറ്റി ഒക്കെ ആണ് സെല്ല് പെർഫോം ചെയ്യുന്നതെങ്കിൽ നേരെ S ഫേസിലോട്ട് പോകും. പക്ഷേ ചില കേസിൽ നോൺ ഡിവൈഡിങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് ആവശ്യമെങ്കിൽ അത്തരം ഒരു സ്റ്റേറ്റ് ആയിട്ടുള്ള G0 ഫേസിലോട്ട് പോകും. അപ്പൊ എക്സാമ്പിൾസ്, ആ ഒരു G0 സെല്ല് ആയിട്ടുള്ള എക്സാമ്പിൾ ന്യൂറോൺസും മസിൽ സെല്ലും ആണ് ഓർത്ത് വെക്കുക. ഓക്കെ, ആ ഒരു G0 സെൽസ് ആയിട്ടുള്ള എക്സാമ്പിൾ ക്യുസെന്റ് സ്റ്റേറ്റിലുള്ള സെൽസിന് എക്സാമ്പിൾ ന്യൂറോൺസും മസിൽ സെൽസും എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അതാണ് ഒന്നാമത്തെ ഫേസ്. രണ്ടാമത്തേതാണ് S ഫേസ് അല്ലെങ്കിൽ സിന്തസിസ് ഫേസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സിന്തസിസ് ഫേസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് DNA റെപ്ലിക്കേഷൻ നടക്കുന്ന ഫേസ് ആണ്. അതായത് ഓരോ ക്രോമസോമും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് രണ്ട് സിസ്റ്റർ ക്രോമാറ്റിഡ് ആയിട്ട് മാറും.
എന്നിട്ട് ആ ഒരു സെൻട്രോമിയറിൽ വന്ന് ബൈൻഡ് ചെയ്യുന്നതൊക്കെയാണ് ഈ ഒരു എസ് ഫേസിൽ റെപ്ലിക്കേഷൻ നടക്കുന്നത്. ഇവിടെ ക്രോമസോം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു, സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആയിട്ട് മാറി. സോ ഈ ഒരു സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആയിട്ട് മാറുന്നു. പിന്നീട് ആ ഒരു ക്രോമസോമിന്റെ ഓർഗനൈസേഷൻ നടക്കണം അല്ലെ. ഒരു ഓർഗനൈസേഷന് ഹിസ്റ്റോൺ പ്രോട്ടീൻ ആവശ്യമാണ്. ആ ഒരു ഹിസ്റ്റോൺ സിന്തസിസ് കൂടുന്നത് ഈ ഒരു എസ് ഫേസിലാണെന്നും കൂടി ഓർത്തു വെക്കും. ഓക്കെ, DNA ഡബിൾ ആണെങ്കിലും ക്രോമസോമിന്റെ എണ്ണം സെയിം തന്നെ ആയിരിക്കും കേട്ടോ. DNA കണ്ടന്റ് ആണ് ഡബിൾ ആകുന്നത്. അപ്പം പാക്കേജിങ്ങിന് വേണ്ടിയിട്ടുള്ള ഹിസ്റ്റോണിന്റെ സിന്തസിസും നടക്കുന്നത് ഈ ഒരു എസ് ഫേസിലാണ്. അപ്പൊ എസ് ഫേസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള DNA പോളിമറൈസ്, DNA റെപ്ലിക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എൻസൈം ആണ് എസ് ഫേസിൽ വരുന്നത്. നെക്സ്റ്റ് ആണ് G2 ഫേസ്. ഇതിന് നമുക്ക് ഗ്യാപ്പ് 2 അല്ലെങ്കിൽ സെക്കൻഡ് ഗ്യാപ്പ് ഫേസ് എന്നും പറയാം. ഇവിടെയാണ് ആക്ച്വലി സെല്ല് മൈറ്റോസിസിന് വേണ്ടിയിട്ടുള്ള അടുത്ത സ്റ്റേജിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേറ്ററി സ്റ്റേജ് ആണ് കേട്ടോ G2 ഫേസ് എന്ന് പറയുന്നത്. സെല്ല് പ്രിപ്പയർ ഫോർ മൈറ്റോസിസ്. അതുകൂടാതെ ഇവിടെയും സെല്ല് ഗ്രോ ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂ ടു ഗ്രോ ആണ് കേട്ടോ. മൈറ്റോസിസിന് ആവശ്യമായിട്ടുള്ള ചില പ്രോട്ടീൻസ് ഉണ്ടല്ലോ, അതായത് മൈറ്റോസിസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാന്ന് വെച്ചാൽ മൈറ്റോസിസിന് ആവശ്യമായിട്ടുള്ള സ്പിൻഡിൽ ഫൈബർ പോലെയുള്ള പ്രോട്ടീൻസ് ഒക്കെ സിന്തസൈസ് ചെയ്യുന്നത് ഈ ഒരു G2 ഫേസിലാണ് കേട്ടോ. പിന്നെ ഉള്ളത് ദ സെൽ എന്ത് ചെയ്യും, DNA റെപ്ലിക്കേഷൻ നടന്നു കഴിഞ്ഞു. ആ ഒരു റെപ്ലിക്കേഷൻ നടത്തിയ DNA കംപ്ലീറ്റ് ആണോ, കറക്റ്റ് ആയിട്ടാണോ റെപ്ലിക്കേറ്റ് ചെയ്തിട്ടുള്ളത്, അവിടെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്നൊക്കെ. ആ ഒരു DNA ഡാമേജ് ഉണ്ടെങ്കിലും അതിന്റെ റിപ്പയർ മെക്കാനിസം, കുറേ ടൈപ്പ് റിപ്പയർ മെക്കാനിസം ഉണ്ട്. അതിന്റെ കട്ട് ഷോർട്ട് ആയിട്ടുള്ള വീഡിയോ ഞാൻ എന്റെ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു റിപ്പയർ മെക്കാനിസം ബേസ് ചെയ്തിട്ട് എന്താ ഈ ഒരു G2 ഫേസ് ചെക്ക് ചെയ്യാണ്, എന്നിട്ട് റിപ്പയർ ചെയ്യാണ് ചെയ്യുക. ഓക്കെ, പിന്നെ ഉള്ളത് മൈക്രോ ട്യൂബ്യൂൾ പ്രോട്ടീൻസ് സിന്തസൈസ് ചെയ്യുന്നതും ഈ ഒരു G2 ഫേസിലാണ്. ഓക്കെ, ഇത്രയാണ് ഇന്റർഫേസിൽ വരുന്നത്. ഇന്റർഫേസ് കഴിഞ്ഞാൽ അടുത്ത ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഫേസ് ആണ് ഒരു ന്യൂക്ലിയസിന്റെ ഡിവിഷനും സൈറ്റോപ്ലാസത്തിന്റെ ഡിവിഷനും ബേസ് ചെയ്തിട്ട് മൈറ്റോസിസ് ആൻഡ് സൈറ്റോകൈനസിസ്, കാരിയോകൈനസിസും സൈറ്റോകൈനസിസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഫേസ് ആണ് എം ഫേസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു എം ഫേസ് എന്ന് പറയുമ്പോൾ മൈറ്റോസിസിലെ പല സ്റ്റേജസും ഉണ്ട്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ എൻ്റെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്യുന്നേ ഉള്ളൂ. അതിന്റെ വീഡിയോ നിങ്ങൾ ആ ഒരു ചാനലിൽ ആ ഒരു വീഡിയോ കാണാൻ ഞാൻ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുക്കാം. മൈറ്റോസിസും സൈറ്റോകൈനസിസും ചേർന്നതാണ്. അപ്പൊ മൈറ്റോസിസിൽ പ്രോഫേസ്, പ്രോമെറ്റാഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്, അങ്ങനെ രണ്ട് ജനറ്റിക്കലി ഐഡന്റിക്കൽ ആയിട്ടുള്ള ഡോട്ടർ സെൽസ് കിട്ടുന്ന ഈക്വൽ ഡിവിഷൻ ആണ് മൈറ്റോസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് സെൽ സൈക്കിളിന്റെ ഫേസിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് സെൽ സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പഠിക്കാനുള്ള രണ്ട് പ്രോട്ടീൻസ് ആണ് സൈക്ലിൻസും CDKയും. സൈക്ലിൻസും CDK എന്ന് പറയുന്നത് സൈക്ലിൻ ഡിപ്പെൻഡന്റ് കൈനേസ് ആണ്. ഓക്കെ, അതായത് സെൽ സൈക്കിളിൽ ഓരോ ഫേസിലൂടെയും കടന്നു പോകുമ്പോൾ ആ ഒരു സെൽ സൈക്കിൾ കറക്റ്റ് ആയിട്ടാണ് പോകുന്നത് അല്ലെ, എൻഷുർ അത് ഓരോ സ്റ്റേജും സെൽ സൈക്കിളിന്റെ ഓരോ സ്റ്റേജും കറക്റ്റ് ഓർഡറിലാണ്, കറക്റ്റ് ടൈമിനാണ് നടക്കുന്നത് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റെഗുലേറ്ററി പ്രോട്ടീൻസ് ആണ് സൈക്ലിൻ. ആ ഒരു സെല്ലിന്റെ പ്രോഗ്രഷൻ മോണിറ്റർ ചെയ്യുന്ന റെഗുലേറ്ററി പ്രോട്ടീൻസ് ആണ് സൈക്ലിൻസും CDK, സൈക്ലിൻ ഡിപ്പെൻഡന്റ് കൈനീസും. അപ്പൊ അതില് സൈക്ലിൻ എന്ന് പറയുന്നത്, ആ ഒരു പേര് വന്നത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. സൈക്ലിൻ എന്ന് പറയുന്നത് അവയുടെ ഓരോ സെൽ സൈക്കിളിലും അവയുടെ ലെവൽ എന്ത് ചെയ്യാം, കൂടാം കുറയാം. സൈക്ലിന്റെ ലെവൽ കൂടാം കുറയാം. അതുകൊണ്ടാണ് ആ ഒരു സൈക്ലിൻ എന്നുള്ള പേര് വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു സൈക്ലിൻ എന്ത് ചെയ്യും, CDKനെ ആക്ടിവേറ്റ് ചെയ്യും. അതായത് CDK ആക്ടിവേറ്റ് ആകണമെങ്കിൽ സൈക്ലിൻ വന്നിട്ട് CDKയിൽ വന്ന് ബൈൻഡ് ചെയ്യണം. അപ്പോഴാണ് സൈക്ലിൻ CDK കോംപ്ലക്സ് ഉണ്ടാകുന്നത്. ഈ ഒരു കോംപ്ലക്സ് ഉണ്ടായാൽ മാത്രമേ ഈ ഒരു റിപ്പയർ അല്ലെങ്കിൽ ആ ഒരു മോണിറ്ററിംഗ് പ്രോസസ്സ് നടക്കുള്ളൂ. ഓക്കെ, അങ്ങനെ ആ ഒരു ഫംഗ്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സൈക്ലിൻസ് ഡീഗ്രേഡ് ചെയ്യും. പ്രോട്ടിയോളിസിസ് വഴി സൈക്ലിൻസ് ഡീഗ്രേഡ് ചെയ്യും. അതേപോലെ തന്നെ ഒരു സൈക്ലിൻ ഡിപ്പെൻഡന്റ് കൈനേസ് എന്ന് പറയുന്നതും ഒരു പ്രോട്ടീൻ ആണ്. അപ്പം അതായത് അവ മെയിൻ ആയിട്ട് ഈ ഒരു CDK ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നടക്കുന്ന പ്രോസസ്സ് ആ ഒരു സെൽ സൈക്കിളിനെ എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നതെന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ആ ഒരു ടാർഗറ്റ് നമ്മൾ ഏത് പ്രോട്ടീനെയാണോ ടാർഗറ്റ് ചെയ്യുന്നത് ആ ടാർഗറ്റ് ചെയ്ത പ്രോട്ടീനെ ഫോസ്ഫോറൈലേറ്റ് ചെയ്തിട്ടാണ് സെൽ സൈക്കിളിന്റെ റെഗുലേഷൻ നടത്തുന്നത്. അപ്പം ഈ ഒരു CDKയുടെ ലെവൽ എപ്പോഴും ആ ഒരു സെല്ലിൽ കോൺസ്റ്റന്റ് ആണ്. സൈക്ലിന്റെ ലെവല് മാറിക്കൊണ്ടേയിരിക്കും, പക്ഷെ CDKയുടെ ലെവല് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അവ DNA റെപ്ലിക്കേഷനും മൈറ്റോസിസും ആണ് കേട്ടോ ആക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യുന്നത്. സെൽ സൈക്കിൾ ചെക്ക് പോയിന്റിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഈ ഒരു സൈക്ലിൻ CDK കോംപ്ലക്സ് എന്ന് പറയുന്നത്.
അപ്പൊ ഈ ഒരു സൈക്ലിൻ CDK കോംപ്ലക്സിന് ഒരു എക്സാമ്പിൾ ജസ്റ്റ് പറഞ്ഞാൽ സൈക്ലിൻ ബി. സൈക്ലിൻ പല തരത്തിലുണ്ട്. സൈക്ലിൻ ബി CDK1 എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ഉണ്ട്. ഓക്കെ, സൈക്ലിൻ ബി CDK1 എന്ന് പറയുന്ന കോംപ്ലക്സ് മെയിൻ ആയിട്ട് എന്താ മെച്ചുറേഷൻ പ്രോട്ടീൻ ഫാക്ടർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് എം ഫേസിൽ. അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. കട്ട് ഷോർട്ട് ആയിട്ട് ഓരോ ഫേസിലും ഏതൊക്കെ സൈക്ലിൻ ആണ്, അതിന് ആവശ്യമായിട്ടുള്ള CDK ഏതാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. അത് എന്തായാലും പഠിച്ചു വെക്കുക. അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഒന്നാമത്തെ ഫേസ് നമ്മുടെ G1 ഫേസ് ആണ് അല്ലേ. ആ ഒരു G1 ഫേസിനെ റെഗുലേറ്റ് ചെയ്യുന്ന സൈക്ലിൻ D ആണ് CDK എന്ന് പറയുന്നത്. CDK4 അല്ലെങ്കിൽ CDK6 ആണ്. ഓക്കെ, then G1 ഫേസിൽ നിന്ന് S ഫേസിലോട്ട് മാറുമ്പോൾ ആ ഒരു ചെക്ക് പോയിന്റിൽ G1 to S ഫേസിലോട്ടുള്ള ആ ഒരു ചെക്ക് പോയിന്റിൽ സൈക്ലിൻ E CDK2 കോംപ്ലക്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. S ഫേസിലോട്ട് എത്തിയാൽ സൈക്ലിൻ A CDK2 കോംപ്ലക്സ് ആണ് ഉണ്ടായിരിക്കുക. G2 ഫേസ് ടു M ഫേസിലോട്ടുള്ള ട്രാൻസിഷൻ സ്റ്റേജിൽ അല്ലെങ്കിൽ ചെക്ക് പോയിന്റിൽ സൈക്ലിൻ B CDK1 കോംപ്ലക്സ് ആയിരിക്കും ഫോം ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് ആ ഒരു ഫോർമേഷന്റെ സൈക്ലിൻ CDK കോംപ്ലക്സിന്റെ ടൈപ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പഠിക്കാനുള്ളത് ആ ഒരു CDK സൈക്ലിനൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സെൽ സൈക്കിൾ ചെക്ക് പോയിന്റ് ആണ്. അതായത് ഓരോ സൈക്കിളിനും ഓരോ സ്റ്റേജിലും ഓരോ പ്രോസസ്സ് നടക്കുന്നുണ്ടെന്നാണല്ലേ. ഇപ്പൊ റിപ്ലിക്കേഷൻ നടക്കുന്നത് S ഫേസിലാണ്. സോ അത്തരം പ്രോസസ്സുകൾ കംപ്ലീറ്റ് ആയോ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടാണ് നടക്കുന്നതെങ്കിൽ മാത്രമേ അടുത്ത സ്റ്റേജിലോട്ട് കടത്തി വിടുള്ളൂ. സോ ആ ഒരു രണ്ട് ഫേസിന്റെ ഇടയിലുള്ള ആ ഒരു സ്റ്റേജിനെയാണ്, ആ ഒരു ചെക്ക് പോയിന്റിനാണ് നമ്മൾ ആക്ച്വലി ഈ ഒരു സെൽ സൈക്കിൾ ചെക്ക് പോയിന്റ് എന്ന് പറയുന്നത്. നമുക്ക് ഓരോ ചെക്ക് പോയിന്റും പറയാം. ഒന്നാമത്തത് G1 ചെക്ക് പോയിന്റ് ആണ്. അതായത് G1 നടന്ന ആ ഒരു G1ന്റെ എൻഡിലും S ഫേസ് തുടങ്ങുന്നതിനും തൊട്ടു മുന്നേ ഉള്ള ആ ഒരു ഫേസ് ആണ് G1 ചെക്ക് പോയിന്റ് എന്ന് പറയുന്നത്. അവിടെ ഒരു റെസ്ട്രിക്ഷൻ പോയിന്റ് പ്രസന്റ് ആയിരിക്കും. അപ്പം മെയിൻ ആയിട്ട് ഈ ഒരു ചെക്ക് പോയിന്റ് ചെക്ക് ചെയ്യുന്നത് സെല്ലിന്റെ സൈസ് കംപ്ലീറ്റ് ആയോ അല്ലെങ്കിൽ സെല്ലിന്റെ സൈസ് സാച്ചുറേറ്റഡ് ആണോ, ആ ഒരു സെല്ലിന്റെ ഫർദർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻസും ഗ്രോത്ത് ഫാക്ടേഴ്സും അവിടെ കറക്റ്റ്ലി അവൈലബിൾ ആണോ, DNA-ക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ S ഫേസിലോട്ട് കടത്തി വിടുള്ളൂ. കണ്ടീഷൻ സ്യൂട്ടബിൾ അല്ലെങ്കിൽ സെൽ എന്ത് ചെയ്യും, സൈക്കിൾ സ്റ്റോപ്പ് ചെയ്യും, അല്ലെങ്കിൽ സെൽ സൈക്കിൾ അറസ്റ്റ് നടക്കും, അതായത് റെസ്റ്റിംഗ് ഫേസിലോട്ട് പോകും. അതാണ് ഒന്നാമത്തെ ചെക്ക് പോയിന്റ്. രണ്ടാമത്തേതാണ് G2 ചെക്ക് പോയിന്റ്. അതിനു മുന്നേ ഈ ഒരു സ്റ്റേജിൽ G1 ചെക്ക് പോയിന്റിൽ ആ ഒരു ചെക്കിങ്ങിനെ സഹായിക്കുന്ന രണ്ട് റെഗുലേറ്ററി പ്രോട്ടീൻസും കൂടി ഉണ്ട് കേട്ടോ. അത് അടുത്ത സ്ലൈഡിൽ പറയുന്നുണ്ട്. ഒന്ന് P53യും രണ്ടാമത്തത് P21 ആണ്. P53 എന്ന് പറയുന്നത് DNA-യുടെ ഡാമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിറ്റക്ട് ചെയ്യുന്നത് P53 ആണ്. എന്നിട്ട് സെൽ സൈക്കിൾ സ്റ്റോപ്പ് ചെയ്യും. then P21 എന്ന് പറയുന്നത് സെൽ സൈക്കിൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള CDKയുടെ ആക്ടിവിറ്റിനെ പ്രിവെന്റ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, രണ്ട് രീതിയിൽ ആ ഒരു സ്റ്റോപ്പേജ് നടക്കാം. രണ്ടാമത്തേതാണ് G2 ചെക്ക് പോയിന്റ് എന്ന് പറയുന്നത്. G2 ഫേസിനും M ഫേസിനും ഇടയിൽ നടക്കുന്നതാണ് ഈ ഒരു സ്റ്റേജ്. ഈ ഒരു സ്റ്റേജിൽ മെയിൻ ആയിട്ട് നോക്കുന്നത്, ചെക്ക് ചെയ്യുന്നത് എന്തൊക്കെയാ, DNA S ഫേസിലുള്ള DNA-യുടെ ഇവിടെയാണ് S ഫേസിലുള്ള DNA റെപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയോ, ആ റെപ്ലിക്കേറ്റ് ചെയ്തിട്ടുള്ള DNA-ക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്ന് നോക്കും. ഇനി ഇഫ് ഡാമേജ് ഉണ്ടായാലോ സെൽ എന്ത് നടക്കും, റിപ്പയർ മെക്കാനിസം നടത്തും. DNA ഡാമേജ് റിപ്പയർഡ്. ആ ഒരു റിപ്പയർ മെക്കാനിസം പല രീതിയിലുള്ള റിപ്പയർ മെക്കാനിസം, ഡയറക്റ്റ് റിപ്പയർ മെക്കാനിസം ഉണ്ട്, ആ ഒരു പ്രോ ആക്റ്റീവ് റിപ്പയർ മെക്കാനിസം, അങ്ങനെ പല രീതിയിലുള്ള റിപ്പയർ മെക്കാനിസം ഉണ്ട്. തന്നെ ഈ ഒരു ചെക്കിങ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സൈക്ലിൻ B CDK കോംപ്ലക്സ് ഉണ്ട്, MPF കോംപ്ലക്സ് ആണ്. അത് തന്നെയാണ് കേട്ടോ സെൽ സൈക്കിളിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ചെക്ക് പോയിന്റ് ആണ് M ഫേസ് ചെക്ക് പോയിന്റ് അല്ലെങ്കിൽ സ്പിൻഡിൽ ചെക്ക് പോയിന്റ് എന്ന് പറയുന്നത്. സ്പിൻഡിൽ അസംബ്ലി ചെക്ക് പോയിന്റ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഈ ഒരു G2 ഫേസിന് M ഫേസിലോട്ട് പോകണമെങ്കിൽ അവിടെ സ്പിൻഡിൽ ഫൈബറിന്റെ ഫോർമേഷൻ നടക്കുന്നത് G2 ഫേസിലാണ് അല്ലെ. അപ്പൊ ആ ഒരു സ്പിൻഡിൽ ഫൈബർ കറക്റ്റ് രീതിയിലാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് അല്ലെ. എല്ലാ ക്രോമസോംസും പ്രോപ്പർ ആയിട്ടാണ് സ്പിൻഡിൽ ഫൈബറിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അവ മെറ്റാഫേസിക് പ്ലേറ്റിലാണ് അലൈൻ ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാനാണ് M ചെക്ക് പോയിന്റ് അല്ലെങ്കിൽ മൈറ്റോട്ടിക് സ്പിൻഡിൽ ചെക്ക് പോയിന്റ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ട്യൂമർ സപ്രസർ ജീൻ ആണ്. അതായത് ഈ ഒരു സെല്ല് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്ത് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അല്ലെങ്കിൽ സെൽ ഡിവിഷൻ
അൺകൺട്രോൾഡ് ആയിട്ടുള്ള സെൽ ഡിവിഷൻ നടക്കുന്നുണ്ടെങ്കിൽ അത് പ്രിവെന്റ് ചെയ്യാൻ, ടു പ്രിവെന്റ് അൺകൺട്രോൾഡ് സെൽ ഡിവിഷൻ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബ്രേക്ക് അല്ലെ, ആ ഒരു അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡിവിഷൻ കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്രേക്ക് ആയിട്ടാണ് ട്യൂമർ സപ്രസർ ജീൻസ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, നോർമൽ ആയിട്ടുള്ള സെൽ ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന പ്രോട്ടീൻസ് ആണ് ട്യൂമർ സപ്രസർ ജീന്. അതിനൊരു എക്സാമ്പിൾ ആണ് കേട്ടോ P53 എന്ന് പറയുന്നത്. എക്സാം ഓറിയന്റഡ് ആയിട്ട് എപ്പോഴും P53 ആണ് ചോദിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇത് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു P53യുടെ കാര്യം പറയുന്നതിന് മുന്നേ ആദ്യം എന്താണ് ട്യൂമർ സപ്രസർ ജീൻസ് ജസ്റ്റ് ഒന്ന് പറയാം. അപ്പൊ മെയിൻ ആയിട്ട് അവ ബ്രേക്ക് ആയിട്ടാണ് ആക്ട് ചെയ്യാന്ന് പറഞ്ഞു. സോ ആക്ച്വലി സെൽ സൈക്കിളിന്റെ പ്രോഗ്രഷൻ ആദ്യം എന്ത് ചെയ്യും, ഈ ഒരു ട്യൂമർ സപ്രസർ ജീന് കൺട്രോൾ ചെയ്യും. കൺട്രോൾ ചെയ്തതിന് ശേഷം DNA ഡാമേജ് ഇൻഡ്യൂസ് ചെയ്യും, പക്ഷെ റിപ്പയർ ചെയ്യും. പക്ഷെ ഡാമേജ് റിപ്പയർ നടന്നിട്ടില്ലെങ്കിൽ പ്രോഗ്രാംഡ് സെൽ ഡെത്ത് നടത്തും. പ്രോഗ്രാംഡ് സെൽ ഡെത്തിനെയാണ് അപ്പോപ്ടോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഡാമേജ് റിപ്പയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അപ്പോപ്ടോസിസ് നടത്തിയിട്ട് ജീനോമിന്റെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാണ് ചെയ്യുക. അങ്ങനെയുള്ള ട്യൂമർ സപ്രസർ ജീനിന് ഒന്നാമത്തെ എക്സാമ്പിൾ P53. അത് കൂടാതെ റെറ്റിനോബ്ലാസ്റ്റോമ ജീൻ, RB ജീൻ എന്ന് പറയുന്ന ഒരു ജീനും BRCA1 BRCA2 എന്ന് പറയുന്ന ജീനും കൂടി ഉണ്ട് കേട്ടോ. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള P53 ജീൻ എന്ന് പറയുന്നത് ട്യൂമർ സപ്രസർ പ്രോട്ടീൻ ആയിട്ടുള്ള ഗാർഡിയൻ ഓഫ് ദ ജീനോം എന്നറിയപ്പെടുന്ന ട്യൂമർ സപ്രസർ ജീൻ ആണ് P53 പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ചെയ്യുന്നത് ഒരു DNA ഡാമേജ്, ആ ഒരു സെല്ലിൽ DNA ഡാമേജ് കണ്ടുപിടിക്കും. അങ്ങനെ DNA ഡാമേജ് കണ്ടുപിടിച്ചാൽ ആ ഒരു സെൽ സൈക്കിൾ G1 ചെക്ക് പോയിന്റ് എത്തുമ്പോൾ തന്നെ അവിടെ സ്റ്റോപ്പ് ആക്കും. ഓക്കെ, സ്റ്റോപ്പ് ദ സെൽ സൈക്കിൾ എത്ത് G1. എന്നിട്ട് എന്ത് ചെയ്യും, ആ G1 ചെക്ക് പോയിന്റ് സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ ആ DNA ഡാമേജ് എന്ത് ചെയ്യാൻ വേണ്ടി നോക്കും, റിപ്പയർ ചെയ്യാൻ നോക്കും. ബിഫോർ എസ് ഫേസിലോട്ട് കടക്കുന്നതിന് മുന്നേ, DNA റെപ്ലിക്കേഷൻ നടക്കുന്നതിന് മുന്നേ അവ ആ ഒരു DNA-യിലുള്ള ഡാമേജ് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. അതുകൊണ്ട് അതിനായിട്ട് DNA റിപ്പയർ ജീൻസിനെ ആക്ടിവേറ്റ് ചെയ്യിക്കും. സപ്പോസ് DNA റിപ്പയർ നടന്നില്ലെങ്കിൽ, മെക്കാനിസം കറക്റ്റ് ആയിട്ട് ഡാമേജ് ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവിടെ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ആ ഒരു സെൽ ഡെത്ത്, അപ്പോപ്ടോസിസ്, പ്രോഗ്രാംഡ് ആയിട്ടുള്ള സെൽ ഡെത്ത് നടക്കും. ഓക്കെ, അപ്പം ഇത് മെയിൻ ആയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്, ഇവിടെ മെക്കാനിസം ഇവിടെ കൊടുത്തിട്ടുണ്ട്. P53 എന്ന് പറയുന്നത് P21 എന്ന് പറയുന്ന ഒരു ജീൻ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ആ ഒരു ജീനിനെ ആക്ച്വലി ഒരു മെക്കാനിസം മാത്രമാണ് ആക്ടിവേറ്റ് ചെയ്യിക്കും. ഈ P21 എന്ത് ചെയ്യാണ്, CDKയുടെ ആക്ടിവിറ്റിനെ ഇൻഹിബിറ്റ് ചെയ്യാണ്. CDK സൈക്ലിനുമായിട്ട് ബൈൻഡ് ചെയ്ത് CDK സൈക്ലിൻ കോംപ്ലക്സ് ഉണ്ടാകാതിരിക്കാൻ P21 ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രോസസ്സ് നടക്കുമ്പോൾ സെൽ സൈക്കിൾ അറസ്റ്റ് ചെയ്യും. അതൊരു മെക്കാനിസം മാത്രമാണ്, അങ്ങനെ പല മെക്കാനിസം ഉണ്ട്. അത് ആ ഒരു റിപ്പയർ മെക്കാനിസത്തിൽ പറയുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് മ്യൂട്ടേഷൻ സീക്വൻസസ് ആണ്. അതായത് മെയിൻ ആയിട്ട് ഒരു ട്യൂമർ സപ്രസർ ജീൻസിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷന്റെ കോൺസിക്വൻസസ് എന്ന് പറയുന്നത് ഒന്ന് സെൽ സൈക്കിളിന്റെ കൺട്രോൾ ഇല്ലാതാകും. അപ്പൊ ഇത്തരം കേസിലാണ് ഈ ഒരു ട്യൂമർ സപ്രസർ ജീൻസ് മ്യൂട്ടേറ്റഡ് ആയ കേസിലാണ് ക്യാൻസർ ഡെവലപ്മെന്റ് ഒക്കെ നടക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു P53 ആണ് മ്യൂട്ടേറ്റഡ് ആയതെങ്കിൽ if P53 is mutated in approximately 50% of human cancer ഉണ്ടായ ആൾക്കാരിൽ അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ആൾക്കാരിലും 50% ആൾക്കാരിലും പ്രശ്നം എന്താണ്, P53 മ്യൂട്ടേറ്റഡ് ആയ കാരണമാണ്. സോ ഇവയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയാം, ഒന്നാമത്തത് മ്യൂട്ടേഷൻ അക്യുമുലേഷൻ പ്രിവെന്റ് ചെയ്യാൻ, ക്യാൻസർ ആയിട്ടുള്ള ആ ക്യാൻസർ ഇല്ലാതാക്കാൻ, ജനറ്റിക് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ഒക്കെ ഒരു P53 അല്ലെങ്കിൽ P21 പോലെയുള്ള ട്യൂമർ സപ്രസർ ജീൻസ് ആവശ്യമാണ്. സോ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞാൻ അത്രയും സിംപ്ലിഫൈ ചെയ്ത് അത്രയും ഷോർട്ട് ആയിട്ട് തന്നെയാണ് ഒരു സെൽ സൈക്കിൾ, സെൽ റെഗുലേഷൻ, ചെക്ക് പോയിന്റ് എന്ന് പറയുന്ന ഒരു 20 മിനിറ്റ്സിനുള്ളിൽ തീർത്തിട്ടുണ്ട്. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. അവസാനമായിട്ട് ഞാൻ ഈ ഒരു പോയിന്റും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതും കൂടി ഒന്ന് ചേർത്ത് വെക്കുക. ഞാൻ പിന്നീട് ഇതും കൂടി ഒന്ന് ആഡ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് ആഡ് ചെയ്തതാണ്. മൈറ്റോസിസിന്റെ റെഗുലേഷൻ കൂടി ആഡ് ചെയ്യണം. അതായത് പ്രോസസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ അത് എന്ത് ചെയ്യും, ആ ഒരു സെൽ ഡിവിഷൻ മൈറ്റോസിസിലോട്ട് എൻട്രി ചെയ്യും. ഓക്കെ, അങ്ങനെ മൈറ്റോസിസിലോട്ട് എൻട്രി ചെയ്യുന്ന ആ ഒരു ചെക്ക് പോയിന്റ് കൺട്രോൾ ചെയ്യുന്നത് സൈക്ലിൻ B CDK1 കോംപ്ലക്സ് ആണ്. അവയെ മറ്റൊരു പേരും കൂടി വിളിക്കുന്നുണ്ട്, മച്ചുറേഷൻ പ്രൊമോട്ടിംഗ് ഫാക്ടർ എന്നാണ് ഞാൻ
സമയത്ത് ഇത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളതാണ് MPF ഫാക്ടർ. അത് എക്സാം ഓറിയന്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇതും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് വിചാരിച്ചത്. സോ മെയിൻ ആയിട്ട് അവയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ക്രോമസോമിന്റെ കണ്ടൻസേഷനും ന്യൂക്ലിയർ എൻവലപ്പ് ബ്രേക്ക് ഡൗൺ ചെയ്യാനും നല്ല രീതിയിൽ സ്പിൻഡിൽ ഫൈബർ ഫോം ചെയ്തു എന്ന് ഉറപ്പുവരുത്താനുമാണ്. അങ്ങനെ മൈറ്റോസിസ് നടന്നു. ഇനി മൈറ്റോസിസ് നടന്നു കഴിഞ്ഞാൽ മൈറ്റോസിസിൽ നിന്ന് എക്സിറ്റ് ആകുക, ആ ഒരു സ്റ്റേജ് കൺട്രോൾ ചെയ്യുന്നത് അനാഫേസ് പ്രൊമോട്ടിംഗ് കോംപ്ലക്സ് ആണ്, APC കോംപ്ലക്സ് ആണ്, APC കോംപ്ലക്സ് ആണ് കേട്ടോ. അതായത് സെൽ സൈക്കിളിൽ സൈക്ലിൻ B ആണല്ലോ കൺട്രോൾ ചെയ്യുന്നത്, ആ ഒരു സൈക്ലിൻ ബിനെ ഡീഗ്രേഡ് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് CDK1 ൽ നിന്ന് സൈക്ലിൻ ബിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേസ് എൻസൈംസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൂടാതെ സെപ്പറേസ് എന്ന് പറയുന്നത് സിസ്റ്റർ ക്രോമാറ്റിഡ്സിനെ സെപ്പറേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് രണ്ട് ഡോട്ടർ സെൽസ് ഫോം ചെയ്യുന്നത്. സോ ഈ ഒരു കാര്യം കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.